എല്ലാ കൂട്ടുകാർക്കും ബ്രൈറ്റ് എഡ്ജ് ലേണിംഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറുടെ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയിരുന്നു. ഇന്ന് നമ്മൾ അതുപോലെ തന്നെ കഴിഞ്ഞ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറുടെ എക്സാമുകളുടെ ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പറിലെ സൈക്കോളജി പാർട്ടാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് വ്യക്തിത്വത്തിൻ്റെ ഘടനാ മാതൃക രൂപപ്പെടുത്തുന്നത് ഏതൊക്കെ ഘടകങ്ങൾ ഉൾച്ചേർത്താണ്? ഏതൊക്കെയാണ്? ഇത്, ഈഗോ, സൂപ്പർ ഈഗോ, അല്ലേ? 3 എണ്ണമാണ്. 96 ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. അടുത്ത ക്വസ്റ്റ്യൻ: മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയുക്തമാവുന്ന ആരോഗ്യകരമായ മനോസ്വാന്തന രീതി ഏത്? അപ്പോൾ നമ്മുടെ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ഉടനടി ഉറങ്ങുന്നത്, സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ദേഷ്യം പ്രകടിപ്പിക്കുന്നത്, സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വിശ്രാന്തി പ്രയോഗിക്കുന്നത്, സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ലഹരി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ സി ആണ്, സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വിശ്രാന്തി പ്രയോഗിക്കുന്നത്. എബ്രഹാം മാസ്ലോവിൻ്റെ ആവശ്യകതകളുടെ ശ്രേണി സിദ്ധാന്ത പ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണ്? ഏത് ഘട്ടത്തിലാണ്? ആത്മസാക്ഷാത്കാരത്തിലാണ്, അല്ലേ? അതായത് ഏറ്റവും അവസാനത്തെയാണ്. എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയുടെ ഏറ്റവും അവസാന തലമാണ് ആത്മസാക്ഷാത്കാരം. അതിലാണ് എന്ത് ചെയ്യുന്നത്? ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ എന്ത് ചെയ്യുന്നത്? സ്വയം തിരിച്ചറിയുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം തിരഞ്ഞെടുക്കുക. ഭയവും ഉത്കണ്ഠയും ഒന്ന് തന്നെയാണ്. പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നതാണ് ഭയം. ഭാവിയിൽ സംഭവിക്കാവുന്നതായി കരുതുന്ന കാര്യങ്ങളോടുള്ള ആശങ്കയാണ് ഉത്കണ്ഠ. ഇതിലേതൊക്കെയാണ് ശരിയായിട്ട് വരുന്നത്? ഓപ്ഷൻ 2ഉം 3യും ആണ്, അല്ലേ? അത് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം മാത്രമാണ് ശരി. ഭയവും ഉത്കണ്ഠയും എന്താണ്? വേറെ വേറെ തന്നെയാണ്. അപ്പോൾ അത് മാറിപ്പോവരുത്. ഭയം, ഉത്കണ്ഠ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കരുത്. രണ്ടും വേറെ വേറെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ 2ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്: ഹവാർഡ് ഗാർണറുടെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആന്തരിക വൈയക്തിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട വ്യക്തിഗത സ്വഭാവം ഏതാണ്? ഏതാണ്? സംഗീതം ആസ്വദിക്കാനുള്ള കഴിവ്, ഗണിതശാസ്ത്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കഴിവ്, സംഘത്തിലെ മറ്റുള്ളവരുടെ മനോവ്യാപാരങ്ങൾ തിരിച്ചറിഞ്ഞ് ഉചിതമായി പെരുമാറുന്നതിനുള്ള കഴിവ്, സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കഴിവ്. അപ്പോൾ ഏതാണ്? ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇൻട്ര ആണ്, അല്ലേ? നമ്മുടെ ഉള്ളിലെ നമുക്ക് സ്വന്തമായിട്ട് വരുന്ന കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അപ്പോൾ അതേതാ? സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കഴിവാണ്, അല്ലേ, അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കയറി നോക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോ ശ്രേണികളും ഓരോ തലങ്ങളും ഒക്കെ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് കയറി നോക്കണം കേട്ടോ. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ബുദ്ധിശക്തിയുടെ ബഹുമുഖ സിദ്ധാന്ത പ്രകാരം നൃത്തം ചെയ്യുന്ന വ്യക്തികളിൽ ഏത് തരം ബുദ്ധിയാണ് മുന്നിട്ട് നിൽക്കുന്നത്? വ്യക്തിയാന്തര ബുദ്ധി, ശാരീരിക ചലനപര ബുദ്ധി, ഭാഷാപരമായ ബുദ്ധി, ദൃശ്യസ്ഥലപര ബുദ്ധി. ഏതായിരിക്കും? നമ്മൾ ഡാൻസ് ചെയ്യുകയാണെങ്കിൽ ഏതാണ്? ശാരീരിക ചലനപര ബുദ്ധിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. മനോവിശ്ലേഷണ സിദ്ധാന്തം വികസിപ്പിച്ച വ്യക്തിയുടെ പേര് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്, അല്ലേ? അപ്പോൾ ഒരുവിധം നമ്മൾ പറഞ്ഞായിരുന്നു എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഭാഗം നല്ല ഭംഗിയിൽ എന്ത് ചെയ്യുക? പഠിച്ചു പോവുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 98ാമത്തെ ക്വസ്റ്റ്യൻ: അയൽക്കാരുമായി നിരന്തരമായി ഉണ്ടാകുന്ന സംഘർഷം ഏത് തരം മാനസിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? ഏതാണ്? അയൽക്കാരെവിടെയുള്ളതാ? നമ്മുടെ നമ്മുടെ സാമൂഹികമായിട്ട് വരുന്ന കാര്യങ്ങളാണ്, അല്ലേ? നമ്മുടെ സമൂഹത്തിലുള്ളതാണ്. അപ്പോൾ 98ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, സാമൂഹികമായിട്ടുള്ള സമ്മർദ്ദത്തിന്, മാനസിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്, സാമൂഹികം. അടുത്ത ക്വസ്റ്റ്യൻ: വ്യക്തമല്ലാത്തതും വ്യാപിച്ചു കിടക്കുന്നതും അരോചകവുമായ ഭയത്തെ അറിയപ്പെടുന്നത് എന്താണ്? ഉത്കണ്ഠയാണ്, അല്ലേ? ഉത്കണ്ഠയാണ്. വ്യക്തമല്ലാത്തതും വ്യാപിച്ചു കിടക്കുന്നതും അരോചകവുമായ ഭയത്തെ നമ്മൾ അറിയപ്പെടുന്നത്
എന്താണ് ഉത്കണ്ഠയാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൽ ഇച്ഛാഭംഗം എന്താ? നമ്മുടെ ഒരു ആഗ്രഹത്തിന് ഭംഗം വരുത്തുമ്പോഴുള്ള അവസ്ഥയാണല്ലേ ഇച്ഛാഭംഗം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണം ഏത്? ആന്തരിക അഭിപ്രേരണ. അപ്പോൾ നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടതാണ് ആന്തരിക അഭിപ്രേരണ അല്ലേ. മോട്ടിവേഷൻ ആണല്ലേ, ഇൻട്രാ മോട്ടിവേഷൻ ആണല്ലേ. ഇൻട്രാ നമ്മുടെ വിത്തിൻ, നമ്മുടെ ഉള്ളിലുള്ള മോട്ടിവേഷൻ്റെ കാര്യമാണ് അല്ലേ ആന്തരിക അഭിപ്രേരണ. അധ്യാപകരുടെ നിർബന്ധപ്രകാരം പഠിക്കുന്നു, അതേതാണ്? ബാഹ്യഭിപ്രേരണയാണ് അല്ലേ, കാരണം അധ്യാപകരുടെ നിർബന്ധത്തിനാണ് നമ്മൾ പഠിക്കുന്നത്. മാതാപിതാക്കൾ വാങ്ങിത്തരുന്ന സമ്മാനങ്ങൾക്ക് വേണ്ടി പഠിക്കുന്നു അല്ലേ, അവിടെ എന്തിനാണ്? നമ്മളെ സമ്മാനത്തിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് അല്ലേ. നല്ല മാർക്ക് നേടണമെന്ന് സ്വയം പ്രേരണ തോന്നി പഠിക്കുന്നു അല്ലേ, അത് നമുക്ക് വേണ്ടിയിട്ടാണ് അല്ലേ, അതാണ് ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണം. വിദ്യാലയത്തിൽ നിന്നും ലഭിക്കുന്ന അംഗീകാരത്തിന് വേണ്ടി പഠിക്കുന്നു അല്ലേ, അത് ഇവിടുന്ന് അല്ലേ നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന വിദ്യാലയത്തിൽ നിൽക്കുന്ന ഒരു അംഗീകാരത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ എന്താണ് ആന്തരിക അഭിപ്രേരണ എന്ന് പറയുമ്പോൾ അതേതാണ്? നല്ല മാർക്ക് നേടണമെന്ന് സ്വയം പ്രേരണ തോന്നി പഠിക്കുന്നു. ഓപ്ഷൻ സി ആണ് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, മനോവിശ്ലേഷണ സിദ്ധാന്ത സ്ഥാപകൻ ആരാണ്? അപ്പോൾ ഇപ്പോൾ നോക്കിയേ, നമ്മൾ 4 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തു, 4ലും വന്നൊരു പേര് കണ്ടോ, മനോവിശ്ലേഷണ സിദ്ധാന്ത സ്ഥാപകൻ. ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണല്ലേ. അപ്പോൾ നമ്മൾ വേഗം കൊണ്ടുപോയി ഓപ്ഷൻ എ കൊണ്ടുപോയി ബബിൾ ചെയ്യും അല്ലേ. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഫ്രീ ആയിട്ടൊരു നെഗറ്റീവ് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ഓപ്ഷൻസ് വളരെ വൃത്തിയായിട്ട് എന്ത് ചെയ്യണം? നോക്കിയിട്ട് ചെയ്യണം. കാരണം മനോവിശ്ലേഷണ സിദ്ധാന്തം സിഗ്മണ്ട് ഫ്രോയിഡ് എനിക്കറിയാലോ 1 മാർക്ക് എന്ന് വിചാരിച്ച് നമ്മൾ കൊണ്ടുപോയി കുത്തും. പക്ഷേ എന്ത് ചെയ്യരുത്? നെഗറ്റീവ് അടിക്കരുത്, ശ്രദ്ധിക്കണം. ഇവിടെ ഓപ്ഷൻസ് നോക്കണേ. എ എന്ന് പറയുന്നത് 4, ബി 1, സി 3, ഡി 2. അപ്പോൾ ഇവിടെ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലേ. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ സിഗ്മണ്ട് ഫ്രോയിഡ്, അതാണ് ഒന്നാമത്തെ ആൻസർ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യണം. സിഗ്മണ്ട് ഫ്രോയിഡ്, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. താഴെ പറയുന്നവയിൽ മാനസിക സമ്മർദ്ദത്തിൻ്റെ അന്തർമുഖമായ ലക്ഷണം ഏതാണ്? മാനസികമായ ആശ്വാസം, ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട്, മെച്ചപ്പെട്ട ഏകാഗ്രത, ഇവയൊന്നുമല്ല. അപ്പോൾ ഏതാണ്? ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ അതേതാ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ശ്രദ്ധിക്കണേ, ഇവിടെ ഓപ്ഷൻസ് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓപ്ഷൻസ് എഴുതുമ്പോൾ എന്ത് ചെയ്യരുത്? ബബിൾ ചെയ്യുമ്പോൾ മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഉത്കണ്ഠയുടെ ശാരീരികമായ ലക്ഷണം ഏതാണ്? താഴ്ന്ന രക്തസമ്മർദ്ദം, അസ്പഷ്ടമായ സംസാരം, മന്ദഗതിയിലുള്ള ശ്വസനം, വർദ്ധിച്ച ഹൃദയമിടിപ്പ്. അപ്പോൾ ഏതാ വരുന്നത്? വർദ്ധിച്ച ഹൃദയമിടിപ്പാണ് അല്ലേ. വർദ്ധിച്ച ഹൃദയമിടിപ്പ് എവിടെയാണ് വരുന്നത്? ഓപ്ഷൻ എയിലാണ് അല്ലേ. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഹവാർഡ് ഗാർണർ ആണല്ലേ. ഓപ്ഷൻ ഏതാ വരുന്നത്? മൂന്നാമത്തെയാണ് വരുന്നത്. അത് മൂന്നാമത്തേതില്ല, അതും നമ്മുടെ ഭാഗ്യത്തിന് സി തന്നെയാണ് വന്നേക്കുന്നത് അല്ലേ. അപ്പോൾ 99ൻ്റെ ആൻസർ സി തന്നെയാണ്. മാസ്ലോ ആവിഷ്കരിച്ച ആവശ്യങ്ങളെക്കുറിച്ചുള്ള ശ്രേണി സിദ്ധാന്തപ്രകാരം ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ആവശ്യം ഏതാണ്? ആത്മസാക്ഷാത്കാരം ആവശ്യമാണല്ലേ. ഏറ്റവും ഉയർന്ന തരത്തിലുള്ളത് ആത്മസാക്ഷാത്കാരമാണ്. അപ്പോൾ 100ൻ്റെ ആൻസർ ഏതാ വരുന്നത്? 100ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 3ാമത്തെ പോയിൻ്റാണ്. 3ാമത്തെ പോയിൻ്റ് എവിടെയാണ്? ഓപ്ഷൻ ഡിയിലാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ 100 ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കഴിഞ്ഞ APOൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് സൈക്കോളജി പാർട്ടിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും എല്ലാവരും നന്നായിട്ട് നോക്കുക. അതുപോലെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും കഴിഞ്ഞൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.